ജസ്റ്റിസ് ഫോർ സോൾജർ വിഷ്ണു. കിളികൊല്ലൂരിൽ പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റ സൈനികൻ വിഷ്ണുവിനായി കേരളം ഒന്നാകെ ശബ്ദമുയർത്തുകയാണ്. എൻ്റെ കാഞ്ചി വലിക്കുന്ന വിരല് എനിക്ക് കാണില്ലടാ എന്നും പറഞ്ഞിട്ടൊക്കെയാണ് ആ വിരലൊക്കെ തല്ലി ഒടിച്ചിരിക്കുന്നത്. കാഞ്ചി വലിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പട്ടാളക്കാരൻ? നമ്മൾ തുടരും. ആശാപ്രവർത്തക എന്ന നിലയിലാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ട് 266 സമരം ചെയ്തു. ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടു. വേദന സഹിച്ച് ദുരിതപൂർണമായ തന്റെ 5 വർഷത്തെ ഓർമ്മകളാണ് ഉഷ ജോസഫിന്റെ കണ്ണിൽ തളം കെട്ടി നിൽക്കുന്നത്. ശസ്ത്രക്രിയയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉഷ എത്തിയത്. ശസ്ത്രക്രിയ കഴിഞ്ഞതു മുതൽ വയറുവേദന തുടങ്ങി. പല തവണ ചികിത്സ തേടിയെങ്കിലും മൂത്രത്തിൽ കല്ലാണെന്നായിരുന്നു നിഗമനം. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിലെ ഗുരുതരമായ അനാസ്ഥയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2.5 മണിക്കൂറിന് ശേഷമാണ് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തനം പോലും നടന്നത്. അപകടം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് എന്ന് ജനപ്രതിനിധികൾ. കേരളത്തിലൊരു മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സാധാരണക്കാരന്റെ ആശ്രയമായ ഒരു മെഡിക്കൽ കോളേജിൽ അവർക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ പോലും ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിനെ എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമ്മൾ അങ്ങനെയാണ്, എല്ലാം പെട്ടെന്നങ്ങ് മറക്കും. ഒറ്റമുറി വീടിന്റെ ഉത്തരത്തിൽ തൂക്കിലേറ്റപ്പെട്ട വാളയാറിലെ പെൺകുട്ടികളും നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. സെറ്റല്ലേ? നമ്മൾ ഈ യാത്ര തുടരും. സഹിക്കാവുന്നതിനപ്പുറം വേദനകൾ സഹിച്ച് വീടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കി.